നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ MS വേഡിൻ്റെ ക്ലാസ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ അത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിസ്കസ് ചെയ്തു. അത് പെട്ടെന്ന് സംഘടിപ്പിച്ച ഒരു ക്ലാസ് ആയിരുന്നു. അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് പോരായ്മകൾ ആ ക്ലാസ്സിനുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം. മാക്സിമം വേഡിൽ നിന്നും കിട്ടുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയുക. ഇനി നമുക്ക് എക്സൽ, പവർ പോയിൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസിക്സ്, അങ്ങനെ കുറേ ടോപ്പിക്കുകൾ പഠിക്കാൻ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് വേഡിൽ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടുള്ളതെല്ലാം ഡിസ്കസ് ചെയ്തതിന് ശേഷം അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ സ്പേസ് ലെഫ്റ്റ് ബിറ്റ്വീൻ ദ മാർജിൻ ആൻഡ് സ്റ്റാർട്ട് ഓഫ് എ പാരഗ്രാഫ് ഈസ് കോൾഡ്. അതായത് മാർജിനും നമ്മുടെ ഒരു പാരഗ്രാഫ് തുടങ്ങുന്നതിന് മുന്നേയുള്ള ആ ഒരു സ്പേസിനെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്, എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അലൈൻമെൻറ്റ്, ഇൻഡൻറ്റേഷൻ, സ്പേസിങ്, ഗട്ടർ. എന്താണ് ഇൻഡൻറ്റേഷൻ? ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആ ലെഫ്റ്റ് മാർജിനും അതുപോലെ തന്നെ നമ്മുടെ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നതും തമ്മിലുള്ള ആ ഒരു സ്പേസിനെയാണ് നമ്മൾ ഇൻഡൻറ്റേഷൻ. ഇൻഡൻറ്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൈറ്റ് ഇൻഡൻറ്റേഷൻ ഉണ്ട്, ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻഡൻ്റ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇൻക്രീസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പാരഗ്രാഫ് റൈറ്റിലേക്ക് ഇൻഡൻറ്റ് ചെയ്യും പോകും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ഇൻഡൻറ്റേഷൻ കുറച്ച് കൊടുക്കാം. അതിനെ പറയുന്ന പേരെന്താണ്? ഇൻഡൻറ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ലെഫ്റ്റ് മാർജിനും പാരഗ്രാഫിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്പേസിനെ അറിയപ്പെടുന്ന പേര് ഇൻഡൻറ്റേഷൻ എന്നാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ്റെ ക്ലാസ്സുകൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ പോയി കണ്ടു നോക്കുക. നമ്മുടെ കമ്പ്യൂട്ടർ ബേസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഉണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് എ വേർഡ് പ്രോസസ്സർ ഇൻ ലിനക്സ് OS? ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വേർഡ് പ്രോസസ്സറായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻസ് ബേസ് ആണോ, വേർഡ് ആണോ, കാൽക്ക് ആണോ, റൈറ്റർ ആണോ? ഇതിലേതാണ് യൂസ് ചെയ്യുന്നത്? ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന വേർഡ് പ്രോസസ്സർ എന്ന് പറയുന്നത് റൈറ്റർ ആണ്. ആൻസർ എന്ന് പറഞ്ഞാൽ റൈറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു ടേക്ക് പ്രിന്റ് പ്രിവ്യൂ? പ്രിന്റ് പ്രിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? Ctrl+P, Ctrl+F2, Alt+F2, Ctrl+F5. ഏതാണ് ആൻസർ ആയിട്ടുള്ളത്? Ctrl+F2 ആണ് പ്രിന്റ് പ്രിവ്യൂവിൻ്റെ ഷോർട്ട് കട്ട് കീ. Ctrl+P എന്താണെന്ന് അറിയായിരിക്കും. ഏതാണ് Ctrl+P എന്ന് പറയുന്നത്? പ്രിന്റിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ്. പ്രിന്റ് പ്രിവ്യൂ ആണെന്നുണ്ടെങ്കിൽ Ctrl+F2 ആണ്. ഞാൻ Ctrl+F2 കൊടുത്ത് കാണിക്കാം. കണ്ടോ? അപ്പം ഇതേപോലെ പ്രിന്റ് പ്രിവ്യൂ വരും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിന്റ് പ്രിവ്യൂ ക്ലോസ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ എന്ത് ചെയ്യാം? പ്രിന്റ് പ്രിവ്യൂ വന്നു. ഇവിടെ നമുക്ക് ക്ലോസ് പ്രിന്റ് പ്രിവ്യൂ ഉണ്ട്. അത് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രിന്റ് പ്രിവ്യൂ ക്ലോസ് ചെയ്യാം. ഇത് ക്ലോസ് ചെയ്ത് കാണിക്കാം. നമ്മുടെ നോർമൽ പേജിലേക്ക് വന്നു. അപ്പോൾ Ctrl+F2 ആണ് പ്രിന്റ് പ്രിവ്യൂവിൻ്റെ ഷോർട്ട് കട്ട് കീ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇൻ MS വേഡ് Shift+Delete ഈസ് യൂസ്ഡ്. അതായത് Shift+Delete കീ, ഷോർട്ട് കട്ട് കീ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? റീസ്റ്റോർ ദി ഡിലീറ്റഡ് ഐറ്റം ഫ്രം റീസൈക്കിൾ ബിൻ. റീസൈക്കിൾ ബിന്നിൽ നിന്നും ഡിലീറ്റ് ചെയ്ത ഐറ്റത്തെ റീസ്റ്റോർ ചെയ്യാനാണോ? ഇൻസേർട്ടിങ് പിക്ചർ, പിക്ചേഴ്സിനെ ഇൻസേർട്ട് ചെയ്യാനാണോ? റീനെയിം ദി സെലക്റ്റഡ് ഐറ്റം, ദ സെലക്റ്റഡ് ഐറ്റത്തെ റീനെയിം ചെയ്യാനാണോ? ഡിലീറ്റ് ദി സെലക്റ്റഡ് ഐറ്റം പെർമനൻ്റ്ലി വിത്തൗട്ട് പ്ലേസിങ് ദ ഐറ്റം ഇൻ റീസൈക്കിൾ ബിൻ. നമ്മൾ ഡിലീറ്റ് ചെയ്ത ഐറ്റത്തിനെ റീസൈക്കിൾ ബിന്നിൽ പ്ലേസ് ചെയ്യാതെ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാനാണോ യൂസ് ചെയ്യുന്നത്? അപ്പോൾ റീസൈക്കിൾ ബിൻ എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. എന്താണ് റീസൈക്കിൾ ബിൻ? നമ്മൾ ഏതെങ്കിലും ഒരു ഐറ്റം നമ്മൾ ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ അതെവിടെയായിരിക്കും പോകുന്നത്? റീസൈക്കിൾ ബിന്നിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് അബദ്ധത്തിൽ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്തു അതിനെ റീസ്റ്റോർ ചെയ്യണമെങ്കിൽ റീസൈക്കിൾ ബിന്നിൽ നിന്നും റീസ്റ്റോർ ചെയ്തെടുക്കാം. ഇനി നമ്മൾ റീസൈക്കിൾ ബിന്നിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യുകയാണ്. പിന്നീട് നമുക്കതിനെ റീസ്റ്റോർ ചെയ്യാൻ സാധിക്കില്ല.
അപ്പോൾ ഇവിടെ എന്താണ് ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റത്തിനെ റീസൈക്കിൾ ബിന്നിലും പ്ലേസ് ചെയ്യേണ്ട, നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യണം? ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ് യൂസ് ചെയ്യണം. അപ്പോൾ ഏതാണ് ഓപ്ഷനാണ് ആൻസർ ആയിട്ടുള്ളത്? ഡി ഓപ്ഷനാണ് ആൻസർ ആയിട്ടുള്ളത്. ഡിലീറ്റ് സെലക്റ്റഡ് ഐറ്റം പെർമനൻ്റ്ലി വിത്തൗട്ട് പ്ലേസിങ് ദി ഐറ്റം ഇൻ ദി റീസൈക്കിൾ ബിൻ. അതാണ് ആൻസർ ആയിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഗിവ്സ് ദ ഇൻഫർമേഷൻ അബൌട്ട് നമ്പർ ഓഫ് പേജസ്, പ്രസൻറ്റ് പേജ് നമ്പർ, കഴ്സർ പൊസിഷൻ എക്സെട്ര. അപ്പോൾ നമുക്ക് എത്ര നമ്പർ ഓഫ് പേജസ് നമ്മളൊരു വേർഡ് ഡോക്യുമെൻറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ഇപ്പം ഏത് പേജ് നമ്പറാണ് നമ്മൾ പ്രസൻ്റ്ലി യൂസ് ചെയ്യുന്നത്, കഴ്സർ ഏത് പൊസിഷനിലാണ്, ഇതൊക്കെ നമുക്ക് അറിയുന്നത് എവിടെ നിന്നാണ്? സ്റ്റാറ്റസ് ബാർ ആണോ, സ്ക്രോൾ ബാർ ആണോ, റിബൺ ആണോ, ടൈറ്റിൽ ബാർ ആണോ? അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നവർക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. സ്ക്രോൾ ബാർ നമുക്കറിയാം, വെർട്ടിക്കലി ഹൊറിസോണ്ടലി 2 സ്ക്രോൾ ബാർ ഉണ്ട്. എന്ത് ചെയ്യാം? സ്ക്രോൾ ചെയ്യാം, മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ടൈറ്റിൽ ബാറിൽ എന്താ? ടൈറ്റിൽ ഓഫ് ഡോക്യുമെൻ്റ് ഒക്കെയാണ് ഉള്ളത്. റിബൺ എന്താണെന്ന് നമുക്കറിയാം, എന്താണ്? റിബൺസ് ആയിട്ടാണ് നമ്മുടെ മെനൂസിനെയും ടൂൾസിനെയും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നുള്ളത് എന്താണ്? സ്റ്റാറ്റസ് ബാർ. സ്റ്റാറ്റസ്, അതായത് നമ്മുടെ വേർഡ് ഡോക്യുമെൻറ്റിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി എത്ര പേജസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന പേജ് ഏതാണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? സ്റ്റാറ്റസ് ബാറിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ഓർ എഫക്റ്റ് അപ്ലൈഡ് ഓൺ എ ഡോക്യുമെൻറ്റ് ഈസ് നോട്ട് വിസിബിൾ ഇൻ. നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളറോ എഫക്റ്റോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിസിബിൾ ആകാത്തത് ഏത് വ്യൂവിലാണ്? വെബ് ലേഔട്ട് വ്യൂ, പ്രിന്റ് ലേഔട്ട് വ്യൂ, പ്രിന്റ് പ്രിവ്യൂ ആൻഡ് നൺ ഓഫ് ദിസ്. ഏതിലാണ്? പ്രിന്റ് പ്രിവ്യൂവിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറോ എഫക്റ്റോ ഒന്നും നമുക്ക് എന്താവത്തില്ല? വിസിബിൾ ആകത്തില്ല. നമ്മൾ നേരത്തെ പ്രിന്റ് പ്രിവ്യൂ എടുത്ത് നോക്കിയല്ലോ. പ്രിന്റ് പ്രിവ്യൂവിൻ്റെ ഷോർട്ട് കട്ട് നമ്മൾ പറഞ്ഞായിരുന്നു, എന്തായിരുന്നു? തൊട്ട് മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. പ്രിന്റ് പ്രിവ്യൂവിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+F2 ആണ്. എന്താണ് അതിൽ? നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ എഫക്റ്റ് ഒക്കെ കൊടുക്കുന്നതൊന്നും അവിടെ വിസിബിൾ ആകില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ചേഞ്ച് ഡാഷ് ടു ക്രിയേറ്റ് എ ഡോക്യുമെൻറ്റ് വൈഡ് ഓർ ടോൾ ഫോർമാറ്റ്. നമുക്ക് വൈഡ് അല്ലെങ്കിൽ ടോൾ ഫോർമാറ്റിൽ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്? ഒരുപാട് തവണ പഠിച്ചതാണ്. ബുക്ക് മാർക്കാണോ, പേജ് ഓറിയൻറ്റേഷൻ ആണോ, പേജ് ബ്രേക്ക് ആണോ, പേജ് കോളം ആണോ? ഏതാണ്? പേജ് ഓറിയൻറ്റേഷൻ. നമ്മൾ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ ആൻസർ വിചാരിക്കുക, അപ്പോൾ കറക്റ്റ് ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ പഠിച്ചു പോകുക. അപ്പോൾ പേജ് ഓറിയൻറ്റേഷൻ ആണ്. പേജ് ഓറിയൻറ്റേഷൻ എത്ര ടൈപ്പാണുള്ളത്? 2 ടൈപ്പാണുള്ളത്. ഏതൊക്കെയാണ്? പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ്. ഇത് രണ്ടുമാണ് പേജ് ഓറിയൻറ്റേഷൻ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ഇൻസേർട്ടിങ് ഡെക്കറേറ്റീവ് ടെക്സ്റ്റ് ഇൻ എ ഡോക്യുമെൻറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു. ഡെക്കറേറ്റീവ് ടെക്സ്റ്റ് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ്? സിമ്പിൾ ആണോ, വേർഡ് ആർട്ട് ആണോ, ക്ലിപ്പ് ആർട്ട് ആണോ, ചേഞ്ച് കേസ് ആണോ? ഏതാണ്? വേർഡ് ആർട്ട്. ആ വേർഡിൽ തന്നെയുണ്ട് അതിൻ്റെ മീനിങ്. വേർഡിന് നമ്മൾ ആർട്ട് കൊടുക്കുന്നു, അതാണ് വേർഡ് ആർട്ട്. അടുത്തത് ഔട്ട്ലൈൻ, എംബോസ്, സബ്സ്ക്രിപ്റ്റ് എക്സെട്ര ആർ നോൺ ആസ്. ഇതിനെയൊക്കെ അറിയപ്പെടുന്ന എന്താണ്? വേർഡ് ആർട്ട് ആണോ, ഫോണ്ട് സ്റ്റൈൽ ആണോ, ഫോണ്ട് എഫക്റ്റ് ആണോ, ടെക്സ്റ്റ് എഫക്റ്റ് ആണോ? ഏതാണ്? നമ്മൾ ഫോണ്ട് ഗ്രൂപ്പിലാണ് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഇതിൽ വരുന്നത്? ഔട്ട്ലൈൻ, എംബോസ്, അതുപോലെ തന്നെ സബ്സ്ക്രിപ്റ്റ്, സൂപ്പർ സ്ക്രിപ്റ്റ്, ഇതൊക്കെ എന്താണ്? ഫോണ്ട് എഫക്റ്റ് ആണ്. ഫോണ്ടിന് നമ്മൾ എഫക്റ്റ് കൊടുക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ബൈ പ്രസ്സിങ് F12 കീ വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഹാപ്പൻ. F12 എന്ന് പറയുന്ന കീ നമ്മൾ പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഓപ്പൺ ഡയലോഗ് ബോക്സ് വിൽ ഓപ്പൺ. ഓപ്പൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആകുമോ? സേവ് ആസ് ഡയലോഗ് ബോക്സ് വിൽ ഓപ്പൺ. അതോ സേവ് ആസ് ഡയലോഗ് ബോക്സ് ആണോ ഓപ്പൺ ആകുന്നത്? പ്രിന്റ് ഡയലോഗ് ബോക്സ് വിൽ ഓപ്പൺ, അല്ലെങ്കിൽ ക്ലോസ് ഡയലോഗ് ബോക്സ് വിൽ ഓപ്പൺ. ഇതിൽ ഏത് ഡയലോഗ് ബോക്സ് ആണ് ഓപ്പൺ ആകുന്നത്? F12 എന്ന് പറഞ്ഞാൽ സേവ് ആസിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് F12. അപ്പോൾ F12 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആസ് ഡയലോഗ് ബോക്സ് ആണ് ഓപ്പൺ ആകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ എബിലിറ്റി ടു കമ്പൈൻ നെയിം ആൻഡ് അഡ്രസ് വിത്ത് എ സ്റ്റാൻഡേർഡ് ഡോക്യുമെൻറ്റ്. നെയിമിനെയും അഡ്രസ്സിനെയും കമ്പൈൻ ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്? നമ്മൾ പഠിച്ചു. എന്താ? നമുക്ക് ലെറ്ററൊക്കെ ക്രിയേറ്റ് ചെയ്യാം. എന്താ? 10 പേർക്ക് അയക്കാനുള്ള ലെറ്റർ. ആദ്യമേ നമ്മളൊരു ലെറ്റർ തയ്യാറാക്കും. അതിൽ എത്ര പേർക്കാണോ അയക്കേണ്ട അത്രയും പേരുടെ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. അതിനെ പറയുന്ന പേരെന്തായിരുന്നു? മെയിൽ മെർജ്. മെയിൽ മെർജ് എന്ന് പറഞ്ഞാൽ, മെർജ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക.
കൂട്ടിച്ചേർക്കുക. മെയിൽ മർജ് എന്ന് പറഞ്ഞാൽ മെയിലിൽ കൂട്ടിച്ചേർക്കുക. എന്തുവാ? അഡ്രസ്സും ലെറ്ററും തമ്മിൽ. അപ്പം നെയിം ആൻഡ് അഡ്രസ് വിത്ത് എ സ്റ്റാൻഡേർഡ് ഡോക്യുമെൻ്റ്, ഒരു ഡോക്യുമെൻറ്റുമായിട്ട് നെയിമിനെയും അഡ്രസ്സിനെയും കമ്പൈൻ ചെയ്യുന്നതിന് എന്താ പറയുന്നത്? മെയിൽ മർജ് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ടു അപ്ലൈ സെൻറ്റർ അലൈൻമെൻറ്റ് ടു എ പാരഗ്രാഫ് വി ക്യാൻ പ്രസ്. സെൻറ്റർ അലൈൻമെൻറ്റ് Ctrl+D ആണോ, Ctrl+E ആണോ, Ctrl+S ആണോ, Ctrl+C ആണോ? ഏതാണ്? Ctrl+E ആണ് സെൻറ്റർ അലൈൻമെൻറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലെഫ്റ്റ് അലൈൻമെൻറ്റ് Ctrl+L, റൈറ്റ് അലൈൻമെൻറ്റ് Ctrl+R, സെൻറ്റർ അലൈൻമെൻറ്റ് Ctrl+E. പിന്നെ ഒന്നുകൂടി ഉണ്ട്, ഏതാണ്? ജസ്റ്റിഫൈ, എന്താണ്? Ctrl+J. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടാബ്ലോയിഡ് ലീഗൽ ലെറ്റർ ആർ ഇൻക്ലൂഡഡ് ഇൻ ഡാഷ് ഓപ്ഷൻ ഇൻ MS വേർഡ്. MS വേർഡിലെ ഏത് ഓപ്ഷനിലാണ് ടാബ്ലോയിഡ് ലീഗൽ ലെറ്റർ? ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? പേപ്പർ സൈസ് ആണോ, മാർജിൻ ആണോ, പേജ് ബോർഡർ ആണോ, ഷേപ്സ് ആണോ? ഏതാണ് വരുന്നത്? പേപ്പർ സൈസ്. പേജ് ലേഔട്ടിൽ പേപ്പർ സൈസ് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഓപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഡോക്യുമെൻറ്റിൽ പേജ് ലേഔട്ടിനകത്ത് ഏതുണ്ട്? സൈസ്. കണ്ടോ? പേപ്പർ സൈസ് ഉണ്ട്. ഇതിൽ ഏതൊക്കെ ഉണ്ടെന്നുണ്ട്? ലെറ്റർ സ്മോള്, ടാബ്ലോയിഡ്, ലെഡ്ജർ, ലീഗൽ, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഏതിലാണ് വരുന്നത്? പേപ്പർ സൈസിലാണ് വരുന്നത്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? പേപ്പർ സൈസ് ആണ് ആൻസർ ആയിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫോണ്ട് നെയിം അല്ലാത്തത് ഏതാണ്? അൾജീരിയൻ, കാലിബ്രി, വെർദാന, ടോഗിൾ. ഇതേതാണ്? ഇതിൽ അൾജീരിയൻ, കാലിബ്രി, വെർദാന, ടൈംസ് ന്യൂ റോമൻ ഇതെല്ലാം നമ്മുടെ എന്താണ്? ഫോണ്ട് നെയിമാണ്. ടോഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് കേസിനകത്ത് വരുന്ന ഒരു ഓപ്ഷനാണ്. നമ്മൾ ചേഞ്ച് കേസ് പഠിച്ചു. ഏതൊക്കെ രീതിയിൽ ചേഞ്ച് ചെയ്യാം? ലോവർ കേസ്, അപ്പർ കേസ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് നമ്മൾ പഠിച്ചു. അതിനകത്ത് വരുന്ന ഒന്നാണ് ഏത്? ടോഗിൾ കേസ് എന്തായിരുന്നു? ക്യാപിറ്റലിനെ സ്മോളും സ്മോളിനെ ക്യാപിറ്റൽ ലെറ്ററും ആക്കും. അപ്പോൾ ആൻസർ എന്താണ്? ടോഗിൾ ആണ് ഫോണ്ട് നെയിം അല്ലാത്തത്. ബാക്കിയെല്ലാം ഫോണ്ട് നെയിംസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗട്ടർ പൊസിഷൻ ക്യാൻ ബി സെറ്റ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്. എവിടെയൊക്കെയാണ് ഗട്ടർ പൊസിഷൻ കൊടുക്കുന്നത്? നമ്മൾ പറഞ്ഞു പ്രിൻറ്റിങ് സൈഡിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു മാർജിൻ, അതിനെയാണ്, അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാർജിൻ ഇടും നമ്മൾ പേപ്പറിനകത്ത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? ഗട്ടർ മാർജിൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗട്ടർ പൊസിഷൻ എവിടെയൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ നോർമലി ചിന്തിച്ചാൽ മതി, എവിടെയൊക്കെയാണ് നമ്മളൊരു ബുക്ക് അല്ലെങ്കിൽ കുറേ പേപ്പേഴ്സ് നമ്മൾ ബൈൻഡ് ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ ബൈൻഡ് ചെയ്യുന്നത്? മെയിനായിട്ട് നമ്മൾ എവിടേക്കാണ്? ലെഫ്റ്റ് സൈഡിൽ ബൈൻഡ് ചെയ്യും, അല്ലെങ്കിൽ ടോപ്പിൽ ബൈൻഡ് ചെയ്യും. സ്പൈറൽ ബൈൻഡിങ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുള്ള. അപ്പോൾ ഈ ഗട്ടർ പൊസിഷൻ നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? ആൻസർ എന്ന് പറയുന്നത് ലെഫ്റ്റ് ആൻഡ് ടോപ്പ്. അപ്പം എവിടേക്കാണ് ഗട്ടർ പൊസിഷൻ സെറ്റ് ചെയ്യുന്നത്? ലെഫ്റ്റിലും ചെയ്യും, അതുപോലെ തന്നെ ടോപ്പിലും കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദി റെഡിമെയ്ഡ് ഫോർമാറ്റ് വിച്ച് ആർ പ്രൊവൈഡഡ് ഇൻ വേർഡ് പ്രോസസ്സർ. വേർഡ് പ്രോസസ്സറിൽ പ്രൊവൈഡ് ചെയ്യുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റ് ഏതാണ്? സിമ്പിൾസ് ആണോ, ടെംപ്ലേറ്റ് ആണോ, വെബ്ഡിങ്സ് ആണോ, ഇക്വേഷൻസ് ആണോ? ഏതാണ്? ടെംപ്ലേറ്റ്. റെഡിമെയ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫോർമാറ്റുകൾ നമുക്ക് നമ്മുടെ വേർഡ് ഡോക്യുമെൻറ്റിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഏത് യൂസ് ചെയ്യാം? ടെംപ്ലേറ്റ് യൂസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ MS വേർഡ് മെയിൽ മാർജ് ഈസ് യൂസ്ഡ് ടു. എന്തിനു വേണ്ടിയാണ് മെയിൽ മാർജ് യൂസ് ചെയ്യുന്നത്? മെയിലിംഗ് ലേബൽസ് മെയിൽ ചെയ്യാനാണോ? പ്രിന്റ് എൻവലപ്പ് പ്രിന്റ് ചെയ്യാനാണോ? പ്രിന്റ് ലെറ്റേഴ്സ് പ്രിന്റ് ചെയ്യാനാണോ? ഓൾ ഓഫ് ദി എബോവ്. ഏതാണ് ആൻസർ ആയിട്ടുള്ളത്? നമുക്ക് ലേബൽസ് ക്രിയേറ്റ് ചെയ്യാം, എൻവലപ്പ് പ്രിന്റ് ചെയ്യാം, ലെറ്റർ പ്രിന്റ് ചെയ്യാം, ഇതെല്ലാം ചെയ്യാം. അപ്പോൾ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ടു യൂസ് ഫോർമാറ്റ് പെയിൻറ്റർ മോർ ദാൻ വൺസ്. ഒന്നിലധികം തവണ ഫോർമാറ്റ് പെയിൻറ്റർ യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ലിക്ക് ഓൺ ലോക്ക് ഫോർമാറ്റ് പെയിൻറ്റർ ഐക്കൺ. ഫോർമാറ്റ് പെയിൻറ്റർ ഐക്കണിലെ ലോക്കിൽ ക്ലിക്ക് ചെയ്യണോ? ഡബിൾ ക്ലിക്ക് ഓൺ ഫോർമാറ്റ് പെയിൻറ്റർ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണോ? സെലക്ട് എഡിറ്റ് ഫോർമാറ്റ് പെയിൻറ്റർ മൾട്ടിപ്പിൾ യൂസ്. എഡിറ്റിൽ ഫോർമാറ്റ് പെയിൻറ്ററിൽ മൾട്ടിപ്പിൾ യൂസ് കൊടുക്കണോ? കനോട്ട് യൂസ് മോർ ദാൻ വൺസ്. ഒന്നിലധികം തവണ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഫോർമാറ്റ് പെയിൻറ്റർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഏതാണ്? ഡബിൾ ക്ലിക്ക് ഓൺ ഫോർമാറ്റ് പെയിൻറ്റർ ഐക്കൺ. ഇപ്പം ഞാൻ എന്താണ് യൂസ് ചെയ്യുന്നത്? ഇപ്പം എൻ്റെ കൈസറിൽ ഒരു ബ്രഷ് ഇരിക്കുന്ന കണ്ടോ? ഞാൻ എന്താ ചെയ്യുന്നത്? ഫോർമാറ്റ് പെയിൻറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ഓപ്ഷനിൽ നമ്മൾ കൊടുത്ത ആ ഫോർമാറ്റിങ് തന്നെ ആൻസറിൽ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക.
അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ഒന്നിലധികം തവണ ഞാനിപ്പോൾ മാറ്റുന്നില്ല, എപ്പോൾ വേണമെങ്കിലും എനിക്കിത് സെലക്ട് ചെയ്താൽ മതി. ആ ഒരു ഫോർമാറ്റിംഗ് ഇവിടെയും നമുക്ക് ലഭിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്തേ, ഫോർമാറ്റ് പെയിൻറ്ററിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ എത്ര തവണ വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം. ഒരു വട്ടം ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫോർമാറ്റ് പെയിൻറ്റർ മോർ ദാൻ വൺസ് യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഫോർമാറ്റ് പെയിൻറ്ററിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, എമംഗ് ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് യൂസ്ഡ് ഫോർ കറക്റ്റിംഗ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഏതാണ് യൂസ് ചെയ്യുന്നത്? ഓട്ടോ ഫോർമാറ്റ് ആണോ, ഓട്ടോ സ്പെല്ലാണോ, ഓട്ടോ കറക്റ്റ് ആണോ, ഓട്ടോ ടെക്സ്റ്റ് ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? ഓട്ടോ കറക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓട്ടോ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എം എസ് വേഡ് ഈസ് എ ടൈപ്പ് ഓഫ് ഡാഷ്. എം എസ് വേഡ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണോ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണോ? ഏതാണ്? എം എസ് വേഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം എന്താണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്താണെന്ന് പറയാം. സോഫ്റ്റ്വെയറിന് എന്തോ സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ 2 ടൈപ്പ് ഉണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ഓൾറെഡി ഉള്ള കുറച്ച് സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരും. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെസിഫിക് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ വേഡ്, എക്സൽ, പവർ പോയിന്റ്, ഫോട്ടോഷോപ്പ് അങ്ങനെയുള്ളതൊക്കെ എന്താണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി വേഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളുടെയൊക്കെ PDF നോട്ട്സ് നമ്മുടെ മാസ്റ്ററിങ് എഡ്യൂടെക്കിൻ്റെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓരോ ദിവസത്തെയും ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് നോട്ട്സ് അവൈലബിൾ ആകത്തില്ല. നമ്മളൊരു പോർഷൻ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുന്നതനുസരിച്ച്, ഇപ്പോൾ വേഡ് ഫുള്ള് കംപ്ലീറ്റ് ആകുമ്പോൾ അതിൻ്റെ നോട്ട്സ് അങ്ങനെ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്